ദേ ഈ ഇരിക്കുന്നതേ പണ്ട് ഞാനും ആൽബിഷനൊക്കെ ലൈൻ അടിച്ച് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു കേട്ടോ ആൻ്റണീച്ചൻ. അന്ന് ഞങ്ങളെ കയ്യോടെ പിടിക്കുകയും ചെയ്തു. പിന്നെ കല്യാണം വരെ അച്ഛൻ നടത്തി തന്നു. അങ്ങനെ തന്നെ അച്ഛൻ ഫോട്ടോ ആൽബമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ മെല്ലെ വിഷയം അങ്ങോട്ട് മാറ്റി വിട്ടു. ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന്. വേഗം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥന തുടങ്ങി. ഇനി ആ കിസ്സിങ് ഫോട്ടോ ഒക്കെ കണ്ട് വേറെ ഞെട്ടണ്ടല്ലോ. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ പാടെ മമ്മി വീട്ടിൽ നിന്ന് ഫുഡ് തരത്തുള്ളൂ. കുരിശുവരെ കഴിയാതെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു തരി വെള്ളം കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ഒന്നാന്തരം പാൽക്കപ്പയും പിന്നെ വാരിയൽ കറി, ബീഫ് വെച്ചിട്ടുള്ളൊരു കറി, കൂർക്കത്തോരൻ, ചിക്കൻ ഫ്രൈ, നല്ല അങ്കമാലി മാങ്ങാക്കറി, നല്ല മുളകിട്ട മീൻകറി, വാഴയ്ക്കത്തോരൻ, മോരുകറി, അങ്ങനെ പലതും. പിന്നെ ആദ്യം നമ്മളിതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല ഒന്നാന്തരം ഒരു വൈൻ അങ്ങോട്ട് കുടിച്ച് പരിപാടി അങ്ങോട്ട് തുടങ്ങി. അച്ഛനൊക്കെ വന്നതല്ലേ, നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള വൈനായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിച്ച് നമ്മൾ നേരെ വിട്ടത് കോടഞ്ചേരി പള്ളിയിലെ പെരുന്നാളിന്. അവിടെ ബൈബിൾ നാടകം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് താമസിച്ചുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല. ഉണ്ണീശ് ജനിച്ച കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾ പള്ളിമുറ്റത്തെത്തി. ഓ, എന്നാ ആളാന്നറിയോ പള്ളിയിലൊക്കെ. അപ്പം ഇറ്റ്സ് മീ സാൻഡി ബാൻഡി, ബൈ ദ ബൈ.